പ്രൈസ് ദി ലോർഡ്. 1 ദിനവൃത്താന്ത പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 40 വരെയുള്ള തിരുവചനങ്ങൾ. കീഷിന്റെ മകനായ ശൗലിന്റെ നിമിത്തം ദാവീദ് ഒളിച്ചു പാർത്തിരുന്നപ്പോൾ സിക്ലാഗിൽ അവന്റെ അടുക്കൽ വന്നവർ ആവിത. അവർ വീരന്മാരുടെ കൂട്ടത്തിൽ അവന് യുദ്ധത്തിൽ തുണ ചെയ്തു. അവർ വില്ലാളികളും വലങ്കൈ കൊണ്ടും ഇടങ്കൈ കൊണ്ടും കല്ലെറിവാനും വില്ലുകൊണ്ട് അമ്പെയ്വാനും സമർത്ഥന്മാരും ആയിരുന്നു. ബെന്യാമീന്യരായ ശൗലിന്റെ സഹോദരന്മാരുടെ കൂട്ടത്തിൽ തലവനായ അഹീയേസർ, യോവാഷ്, ഗിബയോത്യനായ ഷെമായയുടെ പുത്രന്മാർ, അസ്മാവെത്തിന്റെ പുത്രന്മാർ എസീയേൽ, പേലത്ത്, ബരാഖ, അനാദോത്യൻ, ഏഹു. 30 പേരിൽ വീരനും 30 പേർക്ക് നായകനുമായി ഗിബയോന്യരായ ഇസ്മയ്യാവ, യിരെമ്യാവ, യഹസീയേൽ, യോഹനാൻ, ഗെദേരാത്യനായ യോസാബാദ്, എലൂസായി, യെരീമോത്ത്, ബെയല്യാവ, ഷെമരിയാവ, ഹരൂഫ്യനായ ശെഫത്യാവ, എൽഖാന, ഇസിയാവ്, അസരേൽ, കോരഹ്യരായ യോവേസർ, യാസോബിയാം. ഗോദേരിൽ നിന്നുള്ള യെരോഹാമിന്റെ പുത്രന്മാരായ യോവേല, സെബത്യാവ്. പരിചയും കുന്തവും എടുപ്പാൻ പ്രാപ്തിയുള്ള വീരന്മാരും യുദ്ധ അഭ്യാസികളും ഗാത്യരെ പിരിഞ്ഞുവന്ന് മരുഭൂമിയിൽ ദുർഗത്തിൽ ദാവീദിനോട് ചേർന്നു. അവർ സിംഹമുഖന്മാരും മലകളിലെ മാൻപേടകളെ പോലെ വേഗതയുള്ളവരും ആയിരുന്നു. അവരാരെന്നാൽ തലവൻ ഏസർ, രണ്ടാമൻ ഓബത്യാവ്, മൂന്നാമൻ എലീയാബ്, നാലാമൻ മിസ്മന്ന, അഞ്ചാമൻ യിരെമ്യാവ്, ആറാമൻ അത്തായി, ഏഴാമൻ എലീയേൽ, എട്ടാമൻ യോഹനാൻ, ഒമ്പതാമൻ എൽസാബാദ്, പത്താമൻ യിരെമ്യാവ്, 11-ാമൻ മക്ബെന്നായി. ഇവർ ഗാത്യരിൽ പടനായകന്മാർ ആയിരുന്നു. അവരിൽ ചെറിയവൻ 100 പേർക്കും വലിയവൻ 1000 പേർക്കും മതിയായവൻ. അവർ 1-ാം മാസത്തിൽ യോർദാൻ കവിഞ്ഞൊഴുകുമ്പോൾ അതിരെ കടന്ന താഴ്വര നിവാസികളെ ഒക്കെയും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഓടിച്ചു. ചില ബെന്യാമീന്യരും യഹൂദ്യരും ദുർഗത്തിൽ ദാവീദിന്റെ അടുക്കൽ വന്നു. ദാവീദ് അവരെ എതിരേറ്റു ചെന്നവരോട്, നിങ്ങൾ എന്നെ സഹായിപ്പാൻ സമാധാനത്തോടെ വന്നിരിക്കുന്നുവെങ്കിൽ എൻ്റെ ഹൃദയം നിങ്ങളോട് ചേർന്നിരിക്കും. എൻ്റെ കയ്യിൽ അന്യായമൊന്നുമില്ലാതിരിക്കെ എൻ്റെ ശത്രുക്കൾക്ക് എന്നെ കാണിച്ചു കൊടുപ്പാനെങ്കിലോ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നോക്കി ശിക്ഷിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ 30 പേരിൽ തലവനായ അമാസായിയുടെ മേൽ ആത്മാവ് വന്നു. ദാവീദേ, ഞങ്ങൾ നിനക്കുള്ളവർ, ഇശായി പുത്ര, നിന്റെ പക്ഷക്കാർ തന്നെ. സമാധാനം, നിനക്കു സമാധാനം, നിന്റെ തുണയാളികൾക്കും സമാധാനം. നിന്റെ ദൈവമല്ലോ നിന്നെ തുടയ്ക്കുന്നത് എന്ന് അവൻ പറഞ്ഞു. ദാവീദ് അവരെ കൈകൊണ്ട് പടക്കൂട്ടത്തിന് തലവന്മാരാക്കി. ദാവീദ് ഫെലിസ്ത്യരോട് കൂടെ ശൗലിന്റെ നേരെ യുദ്ധത്തിന് ചെന്നപ്പോൾ മനുഷ്യരിൽ ചിലരും അവനോട് ചേർന്നു. അവർ അവർക്ക് തുണ ചെയ്തില്ലാതാനും. ഫെലിസ്ത്യ പ്രഭുക്കന്മാർ ആലോചിച്ചിട്ട് അവൻ നമ്മുടെ തലയും കൊണ്ട് തന്റെ യജമാനനായ ശൗലിന്റെ പക്ഷം തിരിയുമെന്ന് പറഞ്ഞ് അവനെ അയച്ചു കളഞ്ഞു. അങ്ങനെ അവൻ സിക്ലാഗിൽ ചെന്നപ്പോൾ മനശ്ശെയിൽ നിന്ന് അദ്നാഹ്, യോസാബാദ്, യെദിയായേൽ, മീഖായേൽ, യോസാബാദ്, എലീഹു, സില്ലേത്തായി എന്നീ മനശ്ശെ സഹസ്രാധിപന്മാർ അവനോട് ചേർന്നു. അവരൊക്കെയും വീരന്മാരും പടനായകന്മാരുമായിരുന്നതുകൊണ്ട് കവർച്ചക്കൂട്ടത്തിന് നേരെ ദാവീദിനെ സഹായിച്ചു. ദാവീദിനെ സഹായിക്കേണ്ടതിന് ദിവസം പ്രതി ആളുകൾ അവന്റെ അടുക്കൽ വന്ന ഒടുവിൽ ദൈവത്തിന്റെ സൈന്യം പോലെ വലിയൊരു സൈന്യമായി തീർന്നു. യഹോവയുടെ വചനപ്രകാരം ശൗലിന്റെ രാജ്യത്വം ദാവീദിനാക്കുവാൻ യുദ്ധസന്നദ്ധരായി ഹെബ്രോനിൽ അവന്റെ അടുക്കൽ വന്ന തലവന്മാരുടെ സംഖ്യകളാവിത്. പരിചയും കുന്തവും എടുത്ത് യുദ്ധസന്നദ്ധരായ യഹൂദ്യർ 6800 പേർ. ശിമയോന്യരിൽ ശൗര്യമുള്ള യുദ്ധവീരന്മാർ 7100 പേർ. ലേവ്യരിൽ 4600 പേർ. അഹരോന്യരിൽ പ്രഭു യഹോയാദ, അവനോട് കൂടെ 3700 പേർ. പരാക്രമശാലിയായി യൗവനക്കാരനായ സാദോക്ക്, അവന്റെ പിതൃഭവനത്തിലെ 22 പ്രഭുക്കന്മാർ. ശൗലിന്റെ സഹോദരന്മാരായ ബെന്യാമീന്യരിൽ 3000 പേർ. അവരിൽ ഭൂരിപക്ഷം അതുവരെ ശൗൽ ഗൃഹത്തിന്റെ കാര്യം നോക്കി വന്നിരുന്നു. എഫ്രയീമ്യരിൽ പരാക്രമശാലികളായി തങ്ങളുടെ പിതൃഭവനങ്ങളിൽ ശ്രുതിപ്പെട്ടവരായ 20800 പേർ. മനശ്ശെയുടെ പാതിഗോത്രത്തിൽ 18000 പേർ. ദാവീദിനെ രാജാവാക്കുവാൻ ചെല്ലേണ്ടതിന് ഇവരെ പേരുപേരായി കുറിച്ചിരുന്നു. ഇസ്സാഖാരിൽ ഇസ്രായേൽ ഇന്നതു ചെയ്യണമെന്ന് അറിവാൻ തക്കവണ്ണം കാലജ്ഞന്മാരായ തലവന്മാർ 200 പേർ. അവരുടെ സഹോദരന്മാരൊക്കെയും അവരുടെ കൽപ്പനയ്ക്ക് വിധേയരായിരുന്നു. സെബൂലൂനിൽ യുദ്ധസന്നദ്ധരായ സകലവിധ യുദ്ധ ആയുധങ്ങളെ ധരിച്ച നിരനിരയായി ഐകമത്യത്തോടെ യുദ്ധത്തിന് പുറപ്പെട്ടവർ 50,000 പേർ.
നഫ്താലിയിൽ നായകന്മാർ 1000 പേർ, അവരോടുകൂടെ പരിചയും കുന്തവും എടുത്തവർ 37,000 പേർ. ദാന്യരിൽ യുദ്ധസന്നദ്ധർ 28,600 പേർ. ആശേരിൽ യുദ്ധസന്നദ്ധരായി പടയ്ക്ക് പുറപ്പെട്ടവർ 40,000 പേർ. യോർദാന് അക്കരെ രൂബേന്യരിലും ഗാദ്യരിലും മനുഷ്യയുടെ പാതിഗോത്രത്തിലും സകലവിധ യുദ്ധ ആയുധങ്ങളോടുകൂടെ 120,000 പേർ. അണിനിരപ്പാൻ കഴിവുള്ള യോദ്ധാക്കളായ ഇവരെല്ലാവരും ദാവീദിനെ എല്ലാ ഇസ്രായേലിനും രാജാവാക്കേണ്ടതിന് ഏകാഗ്ര മനസ്സോടെ ഹെബ്രോനിലേക്ക് വന്നു. ശേഷമുള്ള ഇസ്രായേലും എല്ലാം ദാവീദിനെ രാജാവാക്കേണ്ടതിന് ഐകമത്യപ്പെട്ടിരുന്നു. അവർ അവിടെ ഭക്ഷിച്ചു പാനം ചെയ്തും കൊണ്ട് ദാവീദിനോട് കൂടെ 3 ദിവസം പാർത്തു. അവരുടെ സഹോദരന്മാർ അവർക്ക് വേണ്ടി വട്ടം കൂട്ടിയിരുന്നു. ഇസ്രായേലിൽ സന്തോഷമുണ്ടായിരുന്നതുകൊണ്ട് സമീപവാസികൾ ഇസാക്കാർ, സെബൂലൂൻ, നഫ്താലി എന്നിവർ കൂടെ കഴുതപ്പുറത്തും ഒട്ടകപ്പുറത്തും ഗോവർ കഴുതപ്പുറത്തും കാളപ്പുറത്തും അപ്പം, മാവ്, അത്തിപ്പഴക്കട്ട, ഉണക്കമുന്തിരിപ്പഴം, വീഞ്ഞ്, എണ്ണ എന്നിവയെയും കാളകളെയും വളരെ ആടുകളെയും കൊണ്ടുവന്നു. വായിച്ചതായ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.